നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരും കാണാതെ നീ ബാഗിനകത്ത് എന്തോ കൊണ്ട് വെക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ആ എന്തായാലും ആ ബാഗ് ഞാനൊന്ന് നോക്കട്ടെ. ആ മാലയും ലോക്കറ്റും അവളാണല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. മോളെ, ആന്റിയോട് സത്യം പറ, മോളല്ലേ അതെടുത്ത്? ഇല്ല ആന്റി, ഞാൻ അത് എടുത്തിട്ടില്ല. ആവണി മോള് കള്ളം പറയാ, മോള് തന്നെ അതെടുത്ത്. അവന്തിയെ അനാവശ്യം പറയരുത്. ഇവളങ്ങനെ ഒരു സാധനം ഒരിടത്തൊന്നും എടുക്കാറില്ല. അവള് അതുപോലൊരു മാല ആഗ്രഹിച്ചെന്നുള്ളത് സത്യം തന്നെയാ. എന്ന് കരുതി ഞങ്ങളുടെ മോൾ അങ്ങനെ മോഷ്ടിക്കൊന്നുമില്ല. വെറുതെ അവളെ കള്ളിയാക്കരുത്. കമലെടുത്തി എന്നോട് ചൂടായിട്ട് കാര്യമില്ല, ഞാൻ കണ്ടത് പറഞ്ഞേ ഉള്ളൂ. ആവണി മോളുടെ ബാഗ് ഒന്ന് പരിശോധിച്ചു നോക്ക്, ചെലപ്പോ മാല കിട്ടും. എന്ന് കരുതി കുട്ടിയെ വഴക്കൊന്നും പറയണ്ട, അവക്ക് വല്ല അബദ്ധവും പറ്റിയതായിരിക്കും. അങ്ങനെ ആവണി മോളെ മാത്രം വെറുതെ ആരും അങ്ങനെ സംശയിക്കണ്ട. ഈ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ അറിയാതെ ആ മാല രണ്ടും ഈ വീട്ടിൽ നിന്ന് പോവില്ല. ആവണിമോളെ ഒന്നിങ്ങോട്ട് വന്നേ. അമ്മ ഇതെങ്ങോട്ടാ? ആവണിമോൾ ആ മാല എടുത്തോ ഇല്ലയോന്ന് ഇപ്പൊ തെളിയിക്കാം. വാ മോളെ. കമലേ, നീ എന്തായി കാണിക്കുന്നത്? അമ്മ എന്തായി കാണിക്കുന്നേ? അച്ഛമ്മേ, ഞാൻ എടുത്തിട്ടില്ല അച്ഛമ്മേ. അച്ഛമ്മേ. സച്ചേട്ടാ, ഞാൻ എടുത്തിട്ടില്ല. വാ. ഇതാണ് ഇന്നു മുതൽ നിങ്ങളുടെ സ്വന്തം നീരം. മോളെ, ആകെ ധർമ്മസങ്കടത്തിലായല്ലോ. ആവണിമോളെങ്ങാനും ആ മാല എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വല്ലാത്ത അപമാനമാവും. നാളെ അവളെ എല്ലാരും കള്ളിയെന്ന് വിളിക്കില്ലേ? എനിക്ക് എന്റെ മോളെ വിശ്വാസം ഉണ്ടച്ച, അവൾ അത് എടുക്കത്തില്ല. അല്ല, ഞാൻ എടുത്തിട്ടില്ല അച്ഛമ്മേ. എന്ന് പറഞ്ഞ എങ്ങനെയാ? മറ്റുള്ളവർക്കും കൂടെ അത് ബോധ്യം വരണ്ടേ മോളെ? ദാ മോളെ, ഇപ്പോഴും അച്ഛമ്മ മോളോട് ചോദിക്കുക, മോള് സത്യം പറ, മോളതെടുത്തോ? ഇല്ല അച്ഛമ്മേ, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നേരത്തെ മോളെന്താ ബാഗിൽ കൊണ്ട് വെച്ചത്? അത് പിന്നെ ആരും കാണാതെ നീ ബാഗിനകത്ത് എന്തോ കൊണ്ട് വെക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ആ എന്തായാലും ആ ബാഗ് ഞാനൊന്ന് നോക്കട്ടെ. അച്ഛമ്മേ. വാ. അച്ഛമ്മേ, അച്ഛമ്മേ, ഞാനല്ല അച്ഛമ്മേ, ഞാൻ എടുത്തിട്ടില്ല അച്ഛമ്മേ.
ആ ബാഗ് മുഴുവൻ പരിശോധിച്ചു നോക്ക്. അതിനകത്ത് കാണും കാണാതായ മാല. ദാ എല്ലാരും നോക്ക്, ഇതാ എന്റെ മോളുടെ ബാഗ്. ഇത് മവൻ ചോട്ടിന്ന് കിട്ടിയതാ. സ്കൂളിൽ പോപ്പോ കൂട്ടുകാരിക്ക് കൊടുക്കാൻ എടുത്തു വെച്ചതാ. ഇതിനകത്ത് വേറൊന്നുമില്ല. ആര് വേണമെങ്കിലും പരിശോധിച്ചോ. ഇവള് മാല എടുത്തിട്ടില്ലാന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യായില്ലേ? എന്റെ മോളെ എടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അമ്മേ, ഇപ്പൊ വിശ്വാസമായല്ലോ ആവണി അത് എടുത്തിട്ടില്ലാന്ന്. ആരും സത്യം പറയുന്നില്ലെങ്കിൽ എല്ലാവരുടെയും മുറി പരിശോധിക്കാൻ ഇനി മാർഗമുള്ളൂ. എങ്കിൽ പിന്നെ ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും മുറി പരിശോധിച്ചോളൂ. ചേച്ചിയുടെ മുറി ഞാൻ തന്നെ പരിശോധിച്ചു നോക്കാം. ഡേ, വെറുതെ എന്റെ മുറി കയറിയാലുണ്ടല്ലോ. എന്നെ വെറുതെ കളിയാക്കാൻ നോക്കണ്ട. പറഞ്ഞില്ലാന്ന് വേണ്ട. ചേച്ചി അങ്ങനെ പറഞ്ഞിട്ട് പോണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ കള്ളത്തരമുണ്ട്. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.